ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മിശിഹായുടെ രക്ഷാകര സംഭവത്തിലെ പ്രധാന ഏടുകളായ അവിടുത്തെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെപ്പറ്റി പ്രത്യേകമായി ചിന്തിച്ചും ധ്യാനിച്ചും തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിന് വേണ്ടി നാം നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുക മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈശോ വചനത്തോട് നമ്മോട് പങ്കുവയ്ക്കുക. ഒന്നാമതായി വിവാഹത്തിൻ്റെ പവിത്രതയും ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും. നമുക്കറിയാം, വിവാഹം അത് ദൈവത്താൽ സ്ഥാപിതമായ വലിയ കൂദാശയാണ്. കെട്ടുറപ്പുള്ള സമൂഹത്തിനും സഭയ്ക്കും നല്ല കുടുംബങ്ങൾ അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യവും വിശ്വാസം ജീവിക്കുന്ന ക്രിസ്തീയ കുടുംബങ്ങളാണ്. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും കൂടുതൽ ദൃഢതയുള്ളതാക്കുവാനായി നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി പരിശ്രമിക്കാം. 2-ാം വത്തിക്കാൻ കൗൺസിൽ കുടുംബങ്ങളെ വിശേഷിപ്പിക്കുക ഫാമിലി ഈസ് ദ ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ്. കുടുംബങ്ങളാണ് സഭയുടെ അടിസ്ഥാന ശില. വിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വിശ്വാസമുള്ള തലമുറ ജനിക്കുക. അവരാണ് സഭയുടെയും സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതയുള്ളതും വിശ്വാസത്തിൽ അടിയുറച്ചതുമായി തീരുവാനും ആയി നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യാം. 2-ാമതായി ജീവിത വിശുദ്ധിയെപ്പറ്റി ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിൻ്റെ കൈ നിനക്ക് പാപഹേതുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. പ്രിയമുള്ളവരെ, ഇത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ലിറ്ററൽ സെൻസിലല്ല ഈ വചനം മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഈ വചനം നൽകുന്ന ആന്തരിക അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് തിരുവചനത്തിലൂടെ ഈശോ ഇത്ര ശക്തമായി നമ്മോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പാപം ചെയ്യരുത് എന്ന് ആഗ്രഹിക്കാറുണ്ട്, പാപത്തെ ഉപേക്ഷിക്കണമെന്നും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നാം അതേ പാപങ്ങൾ തന്നെ വീണ്ടും പോകുന്നു. നമ്മൾ കുമ്പസാരിച്ച് പാപമോചനം നേടിയ ആ പാപങ്ങൾ തന്നെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇപ്രകാരം വീണ്ടും നമ്മൾ അതേ പാപത്തിൽ തന്നെ വീണുപോവുക? തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, പാപത്തെ ഉപേക്ഷിക്കുക എന്ന വലിയ ആഗ്രഹത്തേക്കാൾ ഉപരി പാപ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും ആ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനും ഞാൻ തയ്യാറാവണം. എൻ്റെ കണ്ണ്, എൻ്റെ കൈ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവ എനിക്ക് പാപഹേതുവാകുന്നെങ്കിൽ അവയെ നിയന്ത്രിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. ഓരോ കുമ്പസാരത്തിന് ശേഷവും എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പാപ സാഹചര്യങ്ങൾ അത് ഏതെല്ലാമെന്ന് സ്വയം ആത്മശോധനയിൽ കണ്ടെത്തുവാനും ആ പാപ സാഹചര്യങ്ങളെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ചിലപ്പോൾ എൻ്റെ ഏകാന്തതകളാകാം, എൻ്റെ മടിയാകാം, അലസതയാകാം, സോഷ്യൽ മീഡിയ ഉപയോഗമാകാം, ഇൻ്റർനെറ്റ് ഉപയോഗമാകാം, സ്മാർട്ട് ഫോണാവാം. എന്തു തന്നെയാണെങ്കിലും എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, എൻ്റെ ഉപയോഗിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ, ആ പാപത്തിലേക്ക് നയിക്കുന്ന പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഈ നോമ്പ് നോറ്റ് ഈശോയുടെ ഉദ്ധാനത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമുക്കും പ്രത്യേകമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചെറുതും വലുതുമായ പാപ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനും അവയെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് തമ്പുരാനോട് ചേർന്ന് കൃപയിൽ നന്മയിൽ വളരുവാനുള്ള വലിയ ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ എന്ന് തീർച്ചയായിട്ടും ഈ നോമ്പുകാലം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതയാത്രയിൽ ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനും ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം അത് എൻ്റെ രക്ഷയ്ക്കാണ് എന്ന് നമുക്കറിയാം. ആ രക്ഷ നമുക്കും കരഗതമാകുവാനായിട്ട് ഈശോ നൽകുന്ന വലിയ രക്ഷയിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, തമ്പുരാനോട് കൂടുതൽ അടുക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപകരിക്കട്ടെ. നല്ല ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.